കണ്ണൂർ ചെറുപുഴയിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവത്തിൽ നടപടി. പയ്യന്നൂർ തഹസിൽദാർ പോൾ കെ.പിയെ സസ്പെൻഡ് ചെയ്തു. ഫ്രീസർ സൗകര്യം ഇല്ലാതെ മൃതദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ആണ് നടപടി. ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥനെതിരായ നടപടി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കർശന നടപടിയെടുക്കാൻ റവന്യൂ മന്ത്രിയും ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടി.ജി. സജിത്താണ് ചേരുന്നത്. സജിത്ത്, മൃതദേഹം ഈ നിലയിൽ എത്തിച്ചത് അന്ന് തന്നെ വലിയ തോതിൽ വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു. ഇപ്പോഴിതാ സംഭവത്തിൽ നടപടി എടുക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അതാണ് രക്ഷാപ്രവർത്തകൻ രാജേഷിൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചതാണ്. കേരളത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയാണ് രാജേഷ് വിട വാങ്ങിയത്. പക്ഷേ രാജേഷിൻ്റെ ചെറുപുഴയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വദേശമായ തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്ര, ആ മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസിൽ ഫ്രീസർ സൗകര്യമില്ലായിരുന്നു. നമുക്കറിയാം, രാജേഷ് മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടുകിട്ടിയത് പോലും. ഒടുവിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ആ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാതെ ഇത്ര കിലോമീറ്ററുകൾ ആംബുലൻസിൽ കൊണ്ടുപോയി. ഇത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എന്ന ആക്ഷേപം തുടക്കത്തിൽ തന്നെ ഉയർന്നതാണ്. അതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാവുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം ഇങ്ങനെയാണ്. കണ്ണൂർ പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ നടപടി വരുന്നു. ഇയാളെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റവന്യൂ മന്ത്രി നേരത്തെ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കളക്ടറും ഈ ആക്ഷേപത്തിൽ അന്വേഷണം നടത്തുകയും തഹസിൽദാർക്കെതിരായ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. ഇത്തരം സാഹചര്യങ്ങളിൽ തഹസിൽദാർമാർ പുലർത്തേണ്ട ഒരു ജാഗ്രത പുലർത്തിയില്ല എന്നതാണ് പ്രധാനമായും ഉന്നയിച്ച കാര്യം. കാരണം ഈ സാഹചര്യത്തിൽ ഏകോപനം നടത്തേണ്ട തഹസിൽദാർ ഗുരുതരമായ കൃത്യവിലോപവും ഇക്കാര്യത്തിൽ വരുത്തി എന്ന കണ്ടെത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും ഒന്നടങ്കം രാജേഷിൻ്റെ പ്രവൃത്തിയെ സ്വന്തം ലൈഫ് ജാക്കറ്റ് മറ്റൊരാൾ കൂരിക്കൊടുത്ത് പിന്നീട് മരണത്തിന് കീഴടങ്ങിയ വ്യക്തിയാണ് രാജേഷ്. അപ്പോൾ അർഹിക്കുന്ന ആദരവ് ആ വ്യക്തിക്ക് നൽകുന്നതിൽ പിഴവ് പറ്റി, മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നതാണ്. സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് തിരുവനന്തപുരത്തെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടന്നത്. പക്ഷേ ആ മൃതദേഹം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയത്. നേരത്തെ ഹൈക്കോടതിയുടെ പോലും ഇടപെടലുണ്ടായിരുന്നു. ഹൈക്കോടതിയും രാജേഷിൻ്റെ നടപടിയെ ഏറെ ശ്ലാഘിക്കുകയും അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് നൽകണമെന്നും കുടുംബത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഒടുവിൽ ഇപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയാണ്. രാജേഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ആ കൊച്ചുകുട്ടി അച്ഛൻ്റെ മുഖം കാണണമെന്നാവശ്യപ്പെട്ട് കരഞ്ഞത് ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ടാകും. അച്ഛൻ്റെ മുഖം മറച്ചിട്ടിരിക്കുകയാണ് എന്നുകൂടി ആ കുട്ടി പറഞ്ഞതും ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.